ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക ആശീർവാദ്, അതേപോലെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഇടിയപ്പം ഉണ്ടല്ലോ. എനിക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത്ര എക്സ്പെർട്ട് അല്ലാത്ത ഇന്ന് ഉച്ചയോടെ ഞാൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആട്ടപ്പൊടി, പുട്ടുപൊടി, റവ, അതേപോലെ ഇൻസ്റ്റൻറ്റ് ഇടിയപ്പം ഉണ്ടാക്കാൻ ഞാൻ അത്ര അറിയില്ല. സത്യം പറഞ്ഞാൽ എക്സ്പെർട്ട് എന്നല്ല, എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴെങ്കിലും മോഹം തോന്നിയ ഇൻസ്റ്റൻറ്റ് ഇടിയപ്പം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ ടിഷ്യൂ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പറക്കി വെക്കണം. പിന്നെ എൻ്റെ മെയിൻ പണി എന്ന് പറയുന്നത് ഈ കറിവേപ്പിലയൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാമെന്നാണ്. മുമ്പൊക്കെ ഞാനുണ്ടല്ലോ ഈ കറിവേപ്പില എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നന്നായിട്ട് കഴുകിയിട്ട് ഡ്രൈ ആക്കി അടച്ചു വെച്ച് സൂക്ഷിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി നാൾ നിൽക്കുമായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഒരു 2-3 ടൈമായിട്ട് ഞാൻ എപ്പോഴും എങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്താലും പെട്ടെന്ന് ചീഞ്ഞു പോകണം. എനിക്ക് തോന്നുന്നു എനിക്ക് സമയത്തിൻ്റെ എന്തോ പ്രശ്നം കൊണ്ടോ എൻ്റെ ധൃതി കൊണ്ടോ അത് പൂർണ്ണമായിട്ട് അതിൽ വെള്ളം പോവാതെ ഏതെങ്കിലും 1-2 കറി ലീഫ് അതിലേക്ക് പെടും ആ ഒരു കണ്ടെയ്നറിൽ. അങ്ങനെ അത് അവിടെ ഇരുന്നിട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഒന്നിനും നിൽക്കണ്ട, നേരിട്ട് ഇങ്ങനെ പൊട്ടിച്ചൊരു കണ്ടെയ്നറിൽ വെച്ചിട്ട് അടച്ച് വെക്കാം, വേണ്ട സമയത്ത് കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ ഇന്നലത്തെ ഷോർട്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മോന് നല്ലൊരു പനി ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ പെട്ടെന്ന് പോയിട്ടൊന്ന് ഡോക്ടറെ അടുത്ത് കാണിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ വന്നു. അപ്പോൾ ഞാൻ അവന് കഞ്ഞി കൊടുത്തു. അപ്പം എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ മടിയായതുകൊണ്ട് ഒരു മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം നാട്ടിൽ നിന്ന് അമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് മാങ്ങ. അപ്പോൾ ഈ ഒരു മാങ്ങ പെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് തോലൊക്കെ ഇങ്ങനെ അടർത്തി കളഞ്ഞ് അത് കട്ട് ചെയ്ത് അതിൽ ഉപ്പും മുളക് പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കഴിച്ചത്. സത്യത്തിൽ ഇതായിരുന്നു എൻ്റെ ലഞ്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൂടുതലും ഫുഡ് ഐറ്റംസ് മാത്രമായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. അപ്പോൾ സാധാരണ ഇത് നേരിട്ട് കഴിക്കാൻ തന്നെ സൂപ്പറാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ ആക്കുമ്പോൾ അതായത് പൂർണ്ണമായിട്ട് പഴുത്തിട്ടുമില്ല, എന്നാൽ കുറച്ച് പച്ചയുണ്ട്, അങ്ങനെയായിരുന്നു കഴിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ വർക്കിന് കയറി. അപ്പോൾ അടുത്ത ഷോർട്സിൽ നിങ്ങൾ കാണുന്നത് ഞാൻ ബ്രെഡ് ഇങ്ങനെ ഗീയിൽ ടോസ്റ്റ് ചെയ്യുന്നതാണ്. അത് കാരണം എന്താ അറിയോ, ഞാൻ ഈ വർക്കിൻ്റെ ഇടയിലുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ മോനെ ഉറക്കാൻ പോയി, ആ കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് ഞാൻ ചായ കുടിച്ചു വന്നിട്ട് നേരെ തന്നെ വിചാരിച്ചു ചപ്പാത്തിക്ക് ഒന്ന് കുഴച്ച് വെക്കാമെന്ന്. കാരണം മോൻ എന്തായാലും രാത്രിയും കഞ്ഞി കൊടുക്കാനാണ് ഡോക്ടർ പറഞ്ഞത്, ഒരു 2-3 ദിവസത്തേക്ക്. അപ്പം നമുക്ക് ഈ ചോറും ഈ കഞ്ഞിയൊന്നും എനിക്കും വലിയ താല്പര്യമില്ല. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് നമ്മുടെ എഗ് റോസ്റ്റും അതേപോലെ ചപ്പാത്തി ഉണ്ടാക്കാം. അവന് ഉച്ചയ്ക്ക് കഞ്ഞി ഉണ്ടാക്കിയ പോലെ തന്നെ രാത്രിയും കുറച്ച് കഞ്ഞി ഉണ്ടാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ചായ കുടിക്കുന്നതോ അല്ലാതെ വീട് ക്ലീൻ ചെയ്യുന്നതോ ഒന്നും ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഒന്നാമത് കുഞ്ഞിന് സുഖമില്ല, അതിൻ്റെ ഇടയിൽ ഉറക്കുമ്പോഴൊക്കെ ഫോൺ നോക്കുകയാണെങ്കിൽ അവന് പിന്നെ ഉറങ്ങിയില്ല, ആകെ ഇതാവുമല്ലോ. അങ്ങനെ പിന്നെ ഞാൻ ചപ്പാത്തിക്ക് കുഴച്ചിട്ട് നേരെ കൈയോടെ കുറച്ച് അരി അരയ്ക്കാനുണ്ടായിരുന്നു നമ്മുടെ ഇഡ്ലിക്കും ദോശയ്ക്കും വേണ്ടിയിട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായി 2-3 ദിവസത്തേക്ക് ഇനി ഇഡ്ലി അങ്ങനെ കൊടുത്താൽ മതി, മീൻസ് ആവിയിലായ ഭക്ഷണങ്ങൾ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പം ഞാനിങ്ങനെ നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നന്നായിട്ട് പൊങ്ങി വരുമല്ലോ. പണ്ടൊക്കെ ഞാനിങ്ങനെ ചെയ്തിട്ട് ഇളക്കാതെ വെച്ചിട്ട് പൊങ്ങാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടി എക്സ്പേർട്ടാണ്. പിന്നെ ഞാൻ അപ്പം തന്നെ വേഗം നമ്മുടെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. അതിനുള്ളിൽ ഞാൻ പോയി വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു കേട്ടോ. സമയം ഇങ്ങനെ പോകുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വെറും ഫുഡ് ഐറ്റംസ് മാത്രമാണ് എടുത്തത്. അപ്പോൾ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ ഞാൻ മോന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ മോന് വേണ്ടിയിട്ട് ഒരു സൈഡിൽ കുക്കറിൽ നമ്മുടെ കഞ്ഞിയും വെച്ചിട്ടുണ്ട്. അവന് തീരെ ഇഷ്ടമില്ല കഞ്ഞി കുടിക്കാൻ, പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ല. അവന് പിന്നെ ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞാനൊരു കപ്പിൽ നമ്മുടെ മാസയാണോ എന്താണെന്നറിയില്ല, മാംഗോയുടെ ഒരു സംഭവം, ആ വെള്ളം ഞാൻ കപ്പിൽ ഒഴിച്ച് കുടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പുറത്തായിട്ട് മോനെ എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവനത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വേണമെന്ന് പറയും. സുഖമില്ല എന്ന് പറഞ്ഞാലൊന്നും അവർക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു കപ്പിലൊഴിച്ച് കുടിച്ചാൽ അവൻ വല്ല വെള്ളമോ ചായയോ എന്തെങ്കിലും കുടിക്കുന്നതാണെന്ന് വിചാരിച്ചോളും. അപ്പോൾ അങ്ങനെ ഇരിക്കുക എൻ്റെ കറി റെഡിയായി. പിന്നെ ഞാൻ ഇതിൻ്റെയൊക്കെ ഇടയിൽ മോനൊരു പുട്ടുണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവൻ പറഞ്ഞു പുട്ട് വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ആവിയിൽ വെന്തതില്ലേ, അത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ചപ്പാത്തിയും ഒക്കെ പരത്തി ചപ്പാത്തി ചൂടാനും തുടങ്ങി. അപ്പം നമ്മുടെ ചപ്പാത്തി അതേപോലെ നമ്മുടെ എഗ് റോസ്റ്റും റെഡിയായി. ഞാൻ കുക്കിങ്ങിൻ്റെ ഇടയിൽ ഈ ഒരു ഏരിയ ക്ലീൻ ചെയ്തിട്ടുണ്ടായി. കാരണം ഈ ഒരു ഏരിയയിലായിരുന്നു എനിക്ക് എന്താ പറയുക ചപ്പാത്തി പരത്തുന്നൊരു സ്ഥലം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ
മൊത്തത്തിൽ അങ്ങ് ക്ലീൻ ചെയ്തിട്ടു. ഉറങ്ങാൻ പോണതിന് മുന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാലോ, മൊത്തത്തിൽ ഞാൻ ക്ലീൻ ചെയ്ത് നിലവും വരെ തുടച്ചിട്ടാണ് ഞാൻ ഇന്ന് പോയി കിടന്നത്. നോർമലി നിലം അങ്ങനെ തുടയ്ക്കാറില്ല, അടിച്ചു വാരിയിട്ട് എന്തെങ്കിലുമൊക്കെ പൊടി ഉണ്ടെങ്കിൽ. പക്ഷേ ഇന്ന് ഞാൻ എന്തോ തുടക്കമൊക്കെ ചെയ്തു. കാരണം ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് വെള്ളം വന്നിട്ട് അവിടെയൊക്കെ ആയിട്ടുണ്ടായി. അപ്പോൾ എന്തായാലും അവിടെ തുടക്കണം. അപ്പോൾ ഇത്ര പോലെയുള്ള ഏരിയയല്ലേ ഉള്ളൂ, അതൊക്കെ തുടച്ച് വേസ്റ്റ് ബോക്സൊക്കെ അടച്ചു വെച്ചു. പുറത്ത് നോക്കുമ്പോൾ നല്ല മഴയുണ്ടായി. പിന്നെ ഒന്നും നോക്കിയില്ല, വളരെ വേഗം തന്നെ ഞാൻ പോയി കിടന്നു ഒരു 9-9:30 ആകുമ്പോൾ. കാരണം കുഞ്ഞിന് തീരെ വയ്യല്ലോ. അപ്പോൾ പിന്നെ ഇനി ഞാനും ഫോണൊക്കെ നോക്കിയിരിക്കുകയാണെങ്കിൽ അവനും വെറുതെ അതും നോക്കി ഇങ്ങനെ സമയം കളയും. അപ്പോൾ നാളെ എന്തായാലും സ്കൂളിൽ വിടുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ.